ഹലോ, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ വെൽക്കമിങ് മീ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ കമ്പനി വളരെ ഒരു വളർച്ചയുടെ ഒരു പോയിന്റിലാണ് നമ്മൾ നമ്മുടെ കമ്പനി നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന പോലെ, പലപ്പോഴും പലർക്കും പലപ്പോഴും പല ആശയങ്ങളും പലരും ഷെയർ ചെയ്യാറുണ്ട്. ടോക്കൺ നമുക്ക് എല്ലാവർക്കും വലിയ രീതിയിൽ ലഭിക്കുന്നു. ടോക്കണിന്റെ പ്രൈസ് കൃത്യമായി ഷെയർ ആയി പോകുന്നില്ല, അല്ലെങ്കിൽ ടോക്കണിന്റെ പ്രൈസ് കയറുന്നില്ല, ടോക്കണിന്റെ പ്രൈസ് കൂടുന്നില്ല. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോടാണെങ്കിലും എല്ലാവരോടും നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ അവരോട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ, കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായ ടൈമിങ്ങിൽ പ്രൈസ് ഇനി മുതൽ കൂടുന്നതായിരിക്കും. നമ്മളത് കുറച്ച് നാളുകൾ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഒരു കൃത്യമായ ഒരു 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 വളർച്ച അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ഇത് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവും എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഓൾറെഡി നമ്മളോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ കമ്പനിയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഇതൊരു സെൽഫ് സസ്റ്റൈനിങ് എക്കോസിസ്റ്റമാണ്. അതായത് സ്വന്തമായി നിലനിൽപ്പുണ്ടാക്കിയെടുക്കുന്ന ഒരു സംവിധാനം. അതിന്റെ ഭാഗമായിട്ട് അതായത് നമ്മുടെ ടോക്കണിന്റെ അല്ലെങ്കിൽ നമ്മുടെ അപ്പെക്സ് കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും കൂടെ തന്നെയാണ്. ഞാൻ എല്ലാവരും പണ്ടും പറയാറുള്ളതാണ്, നമ്മളെല്ലാം ഓരോ കമ്മ്യൂണിറ്റി മെമ്പേഴ്സുമാണ് നമ്മുടെ കമ്പനിയുടെ അസറ്റ്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി കൂട്ടാനും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഒരു ഗ്രോത്ത്, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന ആൾക്കാരുടെ ഒരു വോളിയം ഒക്കെ കൂടുന്നതിനനുസരിച്ചാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ടോക്കണിന്റെ പ്രൈസിങ് എല്ലാം ഇനി മുതൽ നമ്മുടെ കമ്മ്യൂണിറ്റി ആയിരിക്കും നിയന്ത്രിക്കുന്നത്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു നമ്മളിപ്പോൾ ഇനി മുതൽ നമ്മുടെ ROI ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ, അല്ലെങ്കിൽ ഈ വരുന്ന നമുക്കുള്ള ROI വരുന്ന ഡെയിലി വരുന്ന റിട്ടേൺസ്, കമ്പനിക്ക് വരുന്ന ബിസിനസ് വോളിയം എത്രയാണോ അതിന് ഈക്വൽ ആയിട്ടുള്ള ബിസിനസ് ആയിരിക്കും കമ്മ്യൂണിറ്റിയിലേക്ക് ലഭിക്കുക. ഇനി മുതൽ ROI ബേസ് അങ്ങനെ ആയിരിക്കും പോവുക. കമ്പനി ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഇൻഫ്ലേഷൻ എന്നുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഇന്നിപ്പോൾ ഇവിടെ പറയുന്നില്ല, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ മനസ്സിലാക്കും. നമ്മുടെ ടോക്കണിന്റെ സപ്ലൈ പുറത്തേക്കുള്ള ഔട്ടർ പബ്ലിക്കിലേക്കുള്ള സപ്ലൈ കുറയ്ക്കുക, അതോടൊപ്പം റേറ്റ് കൂട്ടുക, വാല്യൂ കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ഓരോ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആയിരിക്കും നമ്മളുടെ ടോക്കണിന്റെ വാല്യൂ ഇനി മുതൽ അങ്ങോട്ടേക്ക് നിശ്ചയിക്കുക. അതായത് കുറെ കൂടെ സുതാര്യമായി ഇനി മുതൽ നമ്മുടെ കമ്പനിയിലേക്ക് എത്ര ബിസിനസ് വരുന്നു എന്നും, എത്ര ടോക്കൺ ബേൺ ആയി പോയി എന്നും, എത്ര ടോക്കൺ ആണ് ROI ആയിട്ട് എല്ലാവരിലേക്കും എത്ര ആളുകളിലേക്ക് പോയി എന്നുള്ള കൃത്യമായ ഇൻഫർമേഷൻസ് എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അടുത്ത ദിവസങ്ങൾ തൊട്ട് ടോക്കണിന്റെ പ്രൈസിന് ഇൻക്രീസേ ഉണ്ടാവുകയുള്ളൂ. അതായത് ബുള്ളിഷ് മാത്രമായിരിക്കും, ടോക്കണിന്റെ പ്രൈസ് താഴേക്ക് പോകുന്നതായിരിക്കില്ല. പലർക്കും പല കൺഫ്യൂഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ പോലും നമ്മുടെ വലിയൊരു ശതമാനം കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് പോലും മനസ്സിലാക്കി എടുത്ത് വന്ന് പഠിച്ച് ഒരുപാട് പേര് നമ്മുടെ ഇതിലേക്ക് വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ ഒരു കാര്യം ഷെയർ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, 1 ലക്ഷത്തോളം വരുന്ന പുതിയ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഫേസ് 4 അപ്പെക്സ് ടോക്കണിന്റെ ഫേസ് 4 ലോഞ്ച് ആവുകയാണ്. ഈ 1 ലക്ഷത്തോളം വരുന്ന കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഈ ഫേസ് 4 ത്രൂ ആയിരിക്കും ഒരു അടുത്ത ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മെത്തേഡ് ത്രൂ അവർ ഓപ്പൺ അപ്പ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന പുതിയ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് സ്വാഭാവികമായിട്ടും ഇതിലേക്ക് ഉണ്ടാവുന്നതായിരിക്കും. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രൈസിംഗിലുള്ള ചേഞ്ചസ് ഒക്കെ വരും കാലങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രകടമായി കാണാൻ സാധിക്കുന്നതായിരിക്കും. എല്ലാവരും അപ്പെക്സിനോട് കൂടെ സഹകരിച്ച് നിൽക്കാറുണ്ട്. ഇനിയും അപ്പെക്സിന്റെ ഫാമിലി മെമ്പറായി എന്നും ഉണ്ടാവണം. അടുത്തായിട്ട് സൂചിപ്പിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് വിഡ്രോവൽ ലിമിറ്റ്. വീക്ക്ലി വിഡ്രോവൽ ലിമിറ്റ് 10% ആയിരിക്കും. അതായത് ഒരു വീക്കിനുള്ളിൽ തന്നെ വിഡ്രോവൽ ചെയ്യുകയാണെങ്കിൽ, ഒന്നിലധികം തവണ വിഡ്രോവൽ ചെയ്യേണ്ടവർക്ക് ചെയ്യുകയാണെങ്കിൽ 20% ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ധാരണയായി എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ടുള്ള, അതായത് ROIയുടെ പെർസെൻറ്റേജ് എങ്ങനെയാണ് പോവുക എന്നുള്ളത് വരുന്ന 1-2 ദിവസങ്ങളിൽ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാലും ഞാൻ എൻ്റെതായ രീതിയിൽ പറയാം. നാളെ ഒരുപാട് രീതിയിലുള്ള സപ്ലൈ പുറത്തോട്ട് പോകുന്നതിന്റെ ഒപ്പം തന്നെ 10 ദിവസം 2% പോയാൽ കിട്ടുന്നതും, നേരെ മറിച്ച് 10 ദിവസം കഴിഞ്ഞ് 0.2% കിട്ടുകയാണെങ്കിലും വാല്യൂ കൂടുന്ന സാഹചര്യത്തിൽ നമുക്ക് 0.2 ആയിരിക്കും ബെനിഫിഷ്യൽ. ഇതൊരു ഉദാഹരണം മാത്രമാണ്.
പെർസെൻറ്റേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ കൃത്യമായ ബിസിനസ് എത്ര കമ്പനിയിലേക്ക് വരുന്നു, എത്ര ബേൺ ആവുന്നു, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ROI നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിലേക്കും സ്പ്രെഡ് ആയി പോവുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്, കമ്പനിയിലേക്ക് വരുന്ന ഇൻപുട്ടാണ് വിഡ്രോവലിലുള്ള 10%. അതും കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻ ദ കേസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലേക്ക് സ്പ്രെഡ് ആയി പോകാനുള്ള സാധ്യതകളുള്ളതാണ്. ഇനി അടുത്തതായി സൂചിപ്പിക്കാനുള്ളത്, പലർക്കും പല കാര്യങ്ങളിലും ട്രേഡ് നടത്തുമ്പോൾ ടോക്കൺ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ പല കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്, എക്സ്ചേഞ്ചുകൾ ത്രൂ ആണെങ്കിൽ പോലും. അടുത്ത 30 ദിവസത്തിനകം, കൃത്യമായി ഇത്രയും ഡേറ്റ് പറയുന്ന കാരണം ഇനി ഒരു ഡേറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. 30 ദിവസത്തിനകം നമ്മുടെ തന്നെ പ്ലാറ്റ്ഫോമിൽ അതായത് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തമ്മിൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു P2P ഓപ്ഷൻ ലൈവ് ആവുന്നതായിരിക്കും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എക്സ്ചേഞ്ച് ത്രൂ ഉള്ള P2P അല്ല, സൈറ്റിൽ തമ്മിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനിടയിൽ ബൈയിങ്ങും സെല്ലിങ്ങും ടോക്കണിന്റെ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് മുന്നിൽ ലൈവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം, ഒരുവിധം ഇൻഫർമേഷൻസ് എല്ലാം എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങളിലേക്ക് പ്രസന്റേഷൻ ആയിട്ടും പവർ പോയിന്റ് ആയിട്ടും PDF ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ലീഡേഴ്സ് ത്രൂ ആയിട്ടും കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഒക്കെ ആയിട്ടും തന്നെ ഇതെത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളിലേക്ക് ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് അപ്പെക്സ് ആൻഡ് താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് അസ്. താങ്ക് യു. ദിസ് ഈസ് അഭിജിത്ത് മണി സൈനിങ് ഓഫ്. നമസ്കാരം. ഗുഡ് ഈവനിങ്. ഇപ്പൊ നമ്മളെ മാണി സാർ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പൊ ഞാനിതിങ്ങനെ ടൈപ്പ് ചെയ്ത് എഴുതിയെടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് ഡീപ്പായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ കമ്പനി പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കൊരു പുതിയ എക്കോസിസ്റ്റമാണ് കൊണ്ടുവന്നേക്കുന്നത്. ആ പുതിയ എക്കോസിസ്റ്റത്തില് ഇവർ പറയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാല്, ഇപ്പൊ നമ്മള് ഇതുവരെ നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമുക്ക് ROI 1.94ഉം 5 ഒക്കെ കിട്ടിയത്, അത് 2% കിട്ടിയത്. ഇനി മുതൽ അങ്ങനെയല്ല. കമ്പനി നടക്കുന്ന സെയിലിനനുസരിച്ച്, ഉദാഹരണത്തിന് ഇപ്പൊ $1000 ബിസിനസ് നടന്നു, $1000 ഒരാൾ എക്സ്ചേഞ്ച് പോയി വാങ്ങിയിട്ട് അപ്പെക്സ് സ്റ്റോക്കിൽ സ്റ്റേക്ക് ചെയ്യുമ്പോൾ അതിന്റെ 42% ബേൺ ആവുണ്ടല്ലോ. ആ ബേണിങ്ങിന്റെ കാരണം $1000 കൊടുത്ത് പൈസ വാങ്ങുമ്പോൾ ആ ലിക്വിഡിറ്റി, ആ ഫണ്ട് എക്സ്ചേഞ്ചിൽ ഉണ്ടാവും. പ്ലസ് ആ $1000 ആ $1000 തുല്യമായ ടോക്കൺ നമ്മൾ സ്റ്റേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 40% ബേൺ ആവുകയാണ്. ആ 42% ബേൺ അതിന്റെ റെഫറലും ഭയങ്കര കഴിഞ്ഞാൽ ബാക്കിയുള്ള ടോക്കൻ എന്ത് ചെയ്യും? ഡിവൈഡ് ബൈ ഓൾ കസ്റ്റമർ. അപ്പൊ ഡെയിലി വരുന്ന ബിസിനസ്സിന് മാത്രം അത് വെച്ച് മാത്രമാണ് നമുക്കിവിടെ ROI കിട്ടുക. അല്ലാതെ പെർസെൻറ്റേജ് ഹിസാബിലല്ല. ഇത് ആദ്യം പറയുന്നു, ബേണിങ്ങിന്റെ ഹിസാബ് അനുസരിച്ചാണ്, അതിന്റെ കണക്കനുസരിച്ചാണ് നമുക്ക് ROI കിട്ടുക. ആദ്യമേ പറയലുണ്ട്, എന്റെ വീഡിയോയിലൊക്കെ ഉണ്ടാവാം. അപ്പൊ ഇപ്പോഴും പറഞ്ഞു തന്നെയാണ്, എത്ര പേയ്മെന്റ് ആണോ വരുന്നത്, എത്ര ടോക്കൺ ആണോ നമ്മൾ ബാൻ ചെയ്തിരിക്കുന്നത്, ആ ഹിസാബ് വെച്ചിട്ട് ഓൾ കസ്റ്റമറിന് അതിന്റെ പെർസെന്റേജ് കാണും. അത് അവിടെ സൈറ്റിലും കാണും എന്ന് പറയുന്നുണ്ട്. ഇന്ന് എത്ര ബിസിനസ് നടന്നു, അതിന്റെ ഇത് എത്ര എന്നുള്ളത് അവിടെ കാണും. അപ്പൊ നമുക്ക് ഈ 1.9ഓ 2ഓ 3 ചിലപ്പോൾ ഉണ്ടാവില്ല, മിനിമം എത്രയാണോ നടക്കുന്നത് അത് നമുക്ക് അവിടെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ ഉള്ളത്? ബാക്കി വരുന്ന 58% അതിന്റെ ലിക്വിഡിറ്റി എവിടെ എന്താണ് ഏഡ് ആയിക്കൊണ്ടിരിക്കുക, എവിടെ? എക്സ്ചേഞ്ചിൽ ഉണ്ടാവും. മാത്രമല്ല, അപ്പൊ ഈ 42% മാത്രമേ ഉള്ളൂ എക്സ്ചേഞ്ചിലേക്ക് പോകുള്ളൂ. അപ്പൊ ആ എക്സ്ചേഞ്ചിൽ 42% എന്തുണ്ട്? ആ ലിക്വിഡിറ്റി, ആ ഫണ്ട് അവിടെ ഉണ്ട്. അതുകൊണ്ട് റേറ്റ് ഇടിയില്ല. ഇപ്പൊ നിലവിൽ നിൽക്കുന്ന റേറ്റിൽ നിന്ന് ഇടിയാൻ ചാൻസ് ഇല്ല. കാരണം എന്താ? അവിടെ ബാനിങ്, ഒരാൾ $1000 90,000 രൂപ സാധനം വാങ്ങി എന്നിട്ട് ഇവിടെ സ്റ്റേക്ക് ചെയ്യുന്നു, അതിൽ 58% അവിടെ കിടക്കുന്നുണ്ട് ആ ഫണ്ട് അവിടെ. പക്ഷെ 42ന്റെ ഡിവൈഡ് വഴി ഓൾ കസ്റ്റമർ റെഫറൽ മൈനിൽ പോയി കിട്ടുമ്പോൾ അവിടെയുള്ള ബാക്കിയുള്ള പൈസ അവിടെ ലിക്വിഡിറ്റി ആഡാവും, അവിടെ ബൈയിലേക്ക് മാറും. സെല്ലിൽ നിന്ന് നേരെ ബൈയിലേക്ക് മാറും. ഇങ്ങനെയാണ് ഇനി ROI അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയർ ടോക്കൺ കിട്ടുക. അതിന് ഉദാഹരണം എങ്ങനെ പറഞ്ഞാല്, ഇപ്പൊ നമുക്ക് ഇന്ന് പോലെ 2 ദിവസം, അതായത് ഒരു 20 തീയതി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ടോക്കന് ഓരോ സെന്റും മേലേക്ക് പോകുന്ന നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താ? വാങ്ങുന്ന എത്രയാണോ ടോക്കൺ അതിന്റെ 42 മാത്രമേ ഔട്ട് ഉണ്ടാവുള്ളൂ. ബൈ എത്ര വാങ്ങി വെച്ചു അതിന്റെ 42% ഔട്ട് ഉണ്ടാവുള്ളൂ. കാരണം എന്താ? അത്രയും ഫണ്ട് അവിടെ നിലനിന്നു, ലിക്വിഡിറ്റി ആഡായി, അപ്പൊ ബൈ ആയിട്ട് മേലോട്ട് പോകുന്നുണ്ടാവും. ഓക്കെ, ഇതാണ്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നാളെ നമുക്ക് 1.9 ഇല്ലാർന്ന് ബേജാറാകണ്ട. ആ 1.9 പകരം എത്ര 0.2 അതിന് വാല്യൂ ഉണ്ടാവും. ഏത്? ഇപ്പൊ ലൈവ് നടക്കുന്ന
വാല്യൂ ആയിട്ട് മാറുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഒരുപാട് ടോക്കൺ കിട്ടി, പിന്നെ നമുക്ക് വാല്യൂ ആയിട്ട് കാര്യമില്ലല്ലോ. ഉള്ള ഒരു ടോക്കൺ ആണെങ്കിലും അതിന് വാല്യൂ ഉണ്ടാകുക എന്നുള്ളതാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. ഇതാണ് കമ്പനിയുടെ പ്രൊജക്റ്റും, ഒന്നാമത്തെ പ്രൊജക്ട്. കാരണം ഇത് നമുക്കറിയാം, ഇപ്പൊ നമ്മള് ഓരോ കമ്പനി ഈ ബിനാൻസിലൊക്കെ ഇത് വരാൻ പോകുന്നു എന്ന് പറയാൻ തന്നെ കാരണം ഇതിന്റെ ബാനിങ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. ഇതിന്റെ കോപ്പി ആയിട്ട് വേറൊരു നെറ്റ്വർക്ക് കമ്പനി നമുക്ക് കാണാനേ കഴിയില്ല. കാരണം എന്താ, ഇങ്ങനൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വരണമെങ്കിൽ ആദ്യമായിട്ട് അവർക്ക് ടോക്കൺ വേണം, 3-4 എക്സ്ചേഞ്ചിൽ വേണം, എന്നിട്ടേ ഈ ബാനിങ് സിസ്റ്റം വരുള്ളൂ. അല്ലാത്തൊരു കമ്പനിക്ക് സിസ്റ്റം വരില്ല. ഇത് അപ്പെക്സിന്റെ സ്വന്തം ആയിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് ഇത് വേറെ ആർക്കും ഇതിൽ കൈകടത്താനും കഴിയില്ല. ഇതിന്റെ ഒരു കോപ്പി ഇറങ്ങൂല, ഉറപ്പിച്ച് പറഞ്ഞോളൂ. ഓക്കെ, രണ്ടാമത് കമ്പനി പറഞ്ഞേക്കുന്നത് 1 ലക്ഷം കമ്മ്യൂണിറ്റി, 5 ലക്ഷം 1 ലക്ഷം പുതിയ കമ്മ്യൂണിറ്റി വരാൻ പോവാണ്. അത് വരുന്നത് ഫേസ് 4 എന്ന് പറഞ്ഞിട്ടാണ്. അതിന്റെ പ്രത്യേകത എന്താ, എയർ ഡ്രോപ്പ് ത്രൂ ആണ് പോണത്. അത് നമ്മളെ സൈറ്റോട്ട് ലിങ്ക് അല്ല, പക്ഷെ അത് നമുക്ക് ബെനിഫിറ്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ, അത് നാളെ കഴിഞ്ഞാൽ നമുക്ക് അതിന്റെയൊക്കെ ലിങ്ക് കാണാം, വേണ്ടവർക്ക് ജോയിൻ ചെയ്താൽ മതി. അതിൽ എയർ ഡ്രോപ്പ് ആണുള്ളത്. പിന്നെ ആ എയർ ഡ്രോപ്പ് ഓപ്പൺ ആവണമെങ്കിൽ അവർക്ക് എന്ത് വേണം, ഒരു ചെറുതായിട്ട് ഒരു 120, 200, 240 ടോക്കൺ വാങ്ങി എക്സ്ചേഞ്ചിൽ പോയി വാങ്ങി ആക്റ്റീവ് ആകുമ്പോൾ അയാൾക്ക് എയർ ഡ്രോപ്പും കിട്ടുന്നുണ്ടാവും, പ്ലസ് ഈ ടോക്കൺ കിട്ടി അത് ആക്റ്റീവ് ആവും. ഇത് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ പോലും, നമ്മളെ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ പോലും ഈ ടോക്കൺ, ഈ 1 ലക്ഷം ഐഡിയുടെ ബിസിനസ് എക്സ്ചേഞ്ചിൽ നടക്കുമ്പോൾ നമ്മൾ ടോക്കന് പ്രൈസ് കയറി വരും, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് വലിയൊരു അസറ്റാ. കാരണം 1 ലക്ഷം ഐഡിയ ആണ് വരാൻ പോണേ. 1 to 1 to പറഞ്ഞിട്ട് ഓരോന്ന് 2, 4, 8, 12, 16 പറഞ്ഞിട്ട് വരുന്നതാണ്. അത് പ്ലാൻ ബൈനറി അല്ല, എയർ ഡ്രോപ്പ് ആണ്, ലെവലിലൂടെയാണ് പോണത്. ഇത് നമുക്ക് ഇത് കണക്റ്റഡ് അല്ല. പക്ഷെ ഈ ടോക്കൺ വാങ്ങുന്ന അപ്പെക്സ് ആയതുകൊണ്ട് നമ്മൾക്കുള്ള അസറ്റ് കൂടുന്നുണ്ടാവും. ഓക്കെ, ഇനി ഇപ്പൊ രണ്ടാമത്തെ കാര്യം പറഞ്ഞു, 3 വിഡ്രോവലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയാം, ഒരു വിഡ്രോവൽ അടിക്കുമ്പോൾ തന്നെ 10% ചാർജസ് എടുക്കുന്നുണ്ട്. കമ്പനി ഇപ്പോൾ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഡെയിലി വിഡ്രോ ചെയ്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ. എന്തിനാണ്? ഈ റേറ്റ് കയറാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നുമല്ല, ഈ റേറ്റ് ഒന്ന് പിടിച്ചു നിർത്താനാ. അപ്പോ ഡെയിലി എടുക്കുമ്പോൾ നിങ്ങൾക്ക് വീക്കിൽ ഒരു പ്രാവശ്യം എടുക്കുകയാണെങ്കിൽ 10%, അല്ലെങ്കിൽ ഡെയിലി എടുക്കുകയാണെങ്കിൽ 20% ചാർജസ് പോകും. അപ്പൊ എന്തിനാണ്? അത് നിങ്ങൾക്ക് ആ റേറ്റിനെ ഒന്ന് പിടിച്ചു നിർത്തണമെങ്കിൽ എന്ത് വേണം, ഒക്കെപ്പാടെ കൊണ്ട് സെല് ചെയ്യാൻ നിൽക്കണ്ട. അപ്പൊ 20% ആ ചാർജ് പോകുന്ന വിഷയമില്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ചെയ്തോട്ടെ. കാരണം ഇതേമാതിരി നമ്മളെ ഇതിനകത്ത് ഉണ്ടായിരുന്നു, ആദ്യം 3 ആയിരുന്നു, പിന്നെ അത് 10 ആയിരുന്നു. അതേമാതിരി ഇവിടെ 10 ബേസ്. വീക്കിൽ എടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ എന്തുണ്ട്, ഡെയിലി എടുക്കുമ്പോൾ 20% ചാർജസ് എടുക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ കമ്പനി പറഞ്ഞത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്, നമുക്ക് P2P വരുന്നുണ്ട്. P2P എങ്ങനെ? നമ്മുടെ വെബ്സൈറ്റിലാണ് വരുന്നത് കേട്ടോ, എക്സ്ചേഞ്ചുകളിലല്ലാന്ന്. ഈ P2P ഓപ്ഷൻ എങ്ങനെ? ഇപ്പൊ നമ്മൾ കാണാം, നമുക്ക് ബിനാൻസിന്റെ എക്സ്ചേഞ്ചിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഒരാള് നമുക്ക് സെപ്പറേറ്റ് P2P ഓപ്ഷനിൽ പോവുകയാണ്. അവിടെ നമ്മളാണ് എനിക്ക് 100 അല്ലെങ്കിൽ 1000 ടോക്കൺ കൊടുക്കുമ്പോൾ അപ്പൊ തന്നെ എന്ത് ചെയ്യാണ്, ഞാൻ സെല്ലിൽ ഇടുമ്പോൾ എന്റെ അക്കൗണ്ട് നമ്പർ അവിടെ ക്രിയേറ്റ് ആവും. ആ ക്രിയേറ്റ് ആകുമ്പോൾ നമ്മൾ തേർഡ് പാർട്ടി അപ്പൊ തന്നെ വിളിച്ചിട്ട് ചോദിക്കും, ദാ നിങ്ങൾ 100 അല്ലെങ്കിൽ 1000 ടോക്കൺ ഉണ്ട്, കറക്റ്റ് അല്ലേ, ആ കൺഫേം ചാറ്റിംഗ് ഇതിൽ തന്നെ കൊടുക്കുക. അപ്പൊ തന്നെ എന്ത് ചെയ്യും, ഇവരിത് ആ ഫോൺ നമ്പർ വിളിച്ചിട്ട് അത് ആ സ്ക്രീൻഷോട്ട് ഇവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് ആ ടോക്കൺ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാം. കൊടുക്കാത്തവന്റെ അഡ്മിൻ എന്ത് ചെയ്യും, അത് കൈകാര്യം ചെയ്യും. അതിന്റെ ഗ്യാരണ്ടി ആരാണ്? അത് നമ്മളെ കമ്പനിയാണ്. കാരണം അതിന്റെ ഇടയിൽ നിൽക്കുന്നത് ഒരാള് പേയ്മെന്റ് വാങ്ങിയിട്ട് പിന്നെ ടോക്കൺ എങ്ങാനും റിലീസ് ചെയ്തില്ലെങ്കിൽ അതിന് 5, 10, 20 മിനിറ്റ്, അരമണിക്കൂറോളം ടൈം ഉണ്ടാവും. അത് കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും, അവർ ID ബ്ലോക്ക് ആയി പോകണ്ടാവും. അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല, കാരണം കമ്പനിയുടെ ഓൺ വെബ്സൈറ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് P2P ഓപ്ഷൻ വരുന്നത്. ഇത്രയും കാര്യമാണ് ഇപ്പൊ ഇതിൽ നമ്മൾ കമ്പനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ നമുക്ക് അപ്പർ സ്റ്റോക്ക് എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം 3-4 മാസമായിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. റേറ്റ് ഇടിയുന്നതിന്റെ കാരണം എന്തായിരുന്നു? നമുക്ക് ഹൈ പ്രോഫിറ്റ് ആയിരുന്നു, കാരണം ഹൈ ടോക്കൺ കിട്ടിക്കൊണ്ടേ നിൽക്കുക, കാരണം ബൾക്ക് ടോക്കൺ ആയിരുന്നു. ഇപ്പൊ അതിനൊരു നിലവാരം വന്നു. കാരണം എന്താ, ബിസിനസ് വരുന്നതിനനുസരിച്ച് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ആ വരുന്ന ടോക്കൺ അനുസരിച്ച് വരുന്ന ആ പിന്നെ ടോക്കന് നമുക്ക് എന്തിന്റെ കുറച്ച് കുറഞ്ഞാലും ആ ഉള്ളതിന് വാല്യൂ ഉണ്ടാവുകയാണ്. ആ വാല്യൂ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരു കാര്യം പറഞ്ഞ് ഞാൻ പറയാൻ പോകുന്നത് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് നമുക്ക് ലൈഫ് ടൈം ഉണ്ടാകുന്ന പ്ലാനാണ്. ഈ പ്ലാന് നമുക്ക് ലൈഫ് ടൈം പ്ലാനാണ്. നിങ്ങളൊരു 120, 240 ടോക്കൺ വാങ്ങിയിട്ട് എത്ര ചെറിയതാണെങ്കിലും, അല്ലെങ്കിൽ 1000 ടോക്കൺ വാങ്ങിയിട്ടുള്ളത്, നിങ്ങൾക്കറിയാം 500, 1000 രൂപ ഉണ്ടെങ്കിൽ ഈ അപ്പർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഫേസ് 2 നമുക്ക് വരാം, ID അടിക്കാം. ഈ ID ഇത് ത്രൂ നമുക്ക് നാളെ വലിയൊരു അസറ്റായി ക്രിയേറ്റ് ചെയ്യാം. കാരണം ഇപ്പൊ നമ്മളെ കാഴ്ചപ്പാടിലും ഇത് 0.02 സെന്റ് അല്ലേ എന്നൊക്കെ റേറ്റ് കാണാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ടോക്കന് നാളെ അതായത് 20-ാം തീയതി കഴിഞ്ഞ ശേഷം നിങ്ങൾ നോക്കോളൂ, പടിപടിയായിട്ട് ഇതിന് കയറി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള, പാനിക് ആകുന്നവർക്ക് എത്ര ടോക്കനും വിറ്റുകാണ്ട് സെല് ചെയ്ത് പോകാം. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ ടോക്കന് വലിയ വില കുറഞ്ഞു വന്നിട്ട്, കാരണം ഇത് മത്സരിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെയാണെന്നറിയോ, ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഇതിന്റെ ഇടയിൽ 0.09
10 പൈസയിലെത്തി, 8 9 പൈസയിൽ നമ്മൾ ടോക്കൺ എത്തി. ഇത് എത്താനുള്ള കാരണം എന്താ അറിയോ? ഒരാൾ കലിപ്പിച്ചുകൊണ്ട് ഇറങ്ങുക. എങ്ങനെ ഇറങ്ങിയേക്കണത്? അയാൾ 1000 ടോക്കൺ എടുത്ത്, $1000 ടോക്കൻ ഒറ്റയടിക്ക്, 1000 തത്തുല്യമായ ടോക്കൺ എടുത്തിട്ട് ഒറ്റയടിക്ക് 009 സെല്ലിംഗ് ഓർഡർ ഇട്ടു. അത് അപ്പൊ തന്നെ അവർ മറ്റേ വാങ്ങാൻ നിന്നു. മാർക്കറ്റ് എത്ര സെല്ലിനാണ് കൊടുക്കണേ, അത് താഴെ പോലെ നിർബന്ധമാണ്. ഇയാൾ വാങ്ങി വെച്ച ടോക്കന് ഏകദേശം 60,000 ഉറുപ്പ്യ ലോസ് ചെയ്തിട്ട് അത് സെല്ലിനിട്ടു. ആ സെല്ലിനിട്ടുമ്പോൾ എന്ത് ചെയ്തു? മറ്റേ അത് വാങ്ങി ചെയ്തു. അത് വാങ്ങിയപ്പോൾ ശരിക്കും അവിടെ നടക്കേണ്ട എന്താണെന്നറിയോ? പിന്നെ അത് 10-11 സെന്റിലേക്കല്ല കയറി വന്നത്. പക്ഷെ വീണ്ടും ആരും 9 സെന്റിനോ 8 സെന്റിനോ കൊടുക്കാണ്ടായില്ല. കാരണം എന്താ? അവരൊക്കെ പൈസ മുടക്കിയിട്ട് മേലേക്ക് വരണം. അപ്പൊ തന്നെ മാർക്കറ്റ് ഏത് റേറ്റ് ആണോ 3ലേക്ക് 0.3ലേക്ക് വീണ്ടും അവിടെ തന്നെ കയറി വന്നു. കാരണം എന്താ? ആ റേറ്റിലേക്ക് കയറി വരാനുള്ള കാരണം വേറെ ആരും അവിടെ ഇട്ടില്ല. അപ്പൊ ഒരൊറ്റ ആളെ ഗെയിമില് ഇപ്പൊ നമ്മൾ ഈ പറയുന്നൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് നാളെ യൂട്യൂബിൽ അടിച്ച് കയറ്റാൻ നിൽക്കുന്ന ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക. നമ്മളെ രക്ഷപ്പെടുത്താനോ നമ്മൾ 10 ഉറുപ്പ്യ ഉണ്ടാക്കാനോ അല്ല ഇതെങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് നടക്കുന്നവരല്ല. ഇത് എങ്ങനെ പൊളിക്കണം, അതിന് PhD എടുത്ത് കൊടുക്കണം ഓരോരുത്തർ. ഇത് പൊളിച്ചിട്ട് തകിടം മറിക്കാൻ വേണ്ടി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി. അപ്പസ്റ്റോക്ക് എന്ന് പറഞ്ഞ കമ്പനി ബിഗ് മാർട്ടും മെൽബാങ്കും ബെസ്റ്റ് ഡോക്കും ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ഇനി ബിഗ് ഗേറ്റ് പറഞ്ഞ എക്സ്ചേഞ്ചിൽ വരുന്നുണ്ടാവും, കോയിൻജിക്കോയിൽ വരുന്നുണ്ടാവും, ബിനാൻസിൽ വരുന്നുണ്ടാവും. പക്ഷേ ഈ അഭിജിത്ത് മാണി പറഞ്ഞ ആള് നമ്മൾക്ക് ഒരുപാട് ഉറപ്പ് നിൽക്കുകയാണ് ഈ ടോക്കന് വലിയ ലെവലിലേക്ക് എത്തിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ എല്ലാവരും കൂടി എന്താ ഒന്ന് സഹകരിച്ച് നിന്നാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് വിഡ്രോവലിന് എന്ത് ചെയ്തിട്ടുണ്ട്? 10% വീക്കിലി തന്നിട്ടുണ്ട്. അത് കൂടാതെ പിന്നെ ഡെയിലി ചെയ്യാമെങ്കിൽ 20%. ഇതൊക്കെ എന്തിനാ ചെയ്യണമെന്ന് അറിയോ? ഒരിക്കലും നിങ്ങൾ വിറ്റുകാണ്ട് കായാക്കാൻ വേണ്ടി പറയാനല്ല. നിങ്ങളൊന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ടോക്കന്റെ വില നമുക്ക് കയറ്റിക്കൊണ്ടുവരാം. ഇപ്പൊ നിങ്ങളെ കയ്യിലൊക്കെ 500, 1000, 5000, 10000, 20,000 ടോക്കനൊക്കെ ഉണ്ടാവും. ഈ ടോക്കനൊക്കെ നാളെ നമ്മൾ അസറ്റായി മാറും. നമ്മളൊന്ന് ബ്രേക്ക് പിടിച്ച് നിന്നാ, എന്നിട്ട് മെല്ലെ മെല്ലെ നമുക്ക് കൊടുക്കുക, സ്റ്റേക്കിങ്ങിലൂടെ റിവാർഡ്സ് കിട്ടുക. ഇത് ഒരുപാട് കാര്യങ്ങൾ ഇവർ കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ 100ഓളം ആപ്പുകൾ, 100ഓളം പ്രൊജക്ടുകൾ വരുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം ബെറ്റിന്റെ ആപ്പ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് 20 കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലൈവിലൂടെ കാണാൻ പറ്റും. കാരണം എന്താ? റേറ്റ് ഒന്ന് കയറുമ്പോൾ അതിന്റെ കോലൊക്കെ മാറും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരുപാട് പ്രൊജക്ട് ഇവർ മുന്നിൽ വെക്കുന്നുണ്ട്. ഇപ്പൊ ഓരോ സ്റ്റെപ്പുമായിട്ട് തരുന്നത്. ഇനി അടുത്ത് തന്നെ നമുക്കൊരു 10 ദിവസം കഴിയുമ്പോൾ ഒരു മീറ്റിംഗ് വെക്കുമ്പോൾ ഇന്നത്തെ ഈ സെന്റ് നിങ്ങൾ മനസ്സിലെല്ലാവരും വെച്ചോളൂ, ഇന്നത്തെ കോയിന്റെ റേറ്റ് എത്രയാണെന്നത്. ഈ കോയിൻ 10 ദിവസം കഴിയുമ്പോൾ ഇതിന്റെ മാറ്റം എന്താന്നുള്ളത് നോക്കിക്കോളി. നാളെ മറ്റന്നാൾ കയറുന്നു ഞാൻ പറയുന്നില്ല, എന്നാലും കുറച്ച് മാറുന്നത്. കാരണം എന്താ? ഈ ടോക്കന് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരികയാണ് ഇവര്. ഇത് 0.001 പൈസയാക്കാൻ വേണ്ടി പല ആളും പൈസന്റെ താഴെ. ഇപ്പൊ നമുക്കറിയാം ലൂണ പറഞ്ഞ കോയിൻ നമുക്ക് കാണാൻ പറ്റും. അതേമാതിരി നമുക്ക് പിന്നെ ഷിബാനു പറഞ്ഞ കോയിനെ കാണാൻ പറ്റും. ഇതൊക്കെ 1 പൈസയാക്കണമെങ്കിൽ എത്രയോ ഇരട്ടി വരണം. കാരണം 0.000 18ഓളം സെന്റ് കഴിഞ്ഞിട്ട് വീണ്ടും ആണ് അവിടെ ഒന്ന് കിടക്കുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ എത്ര വെച്ചാൽ 1 ലക്ഷം ടോക്കൺ ഉണ്ടെങ്കിലുള്ളൂ ചിലപ്പോൾ 10 രൂപ കിട്ടുക. 1 ലക്ഷം ടോക്കൺ ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ, അതിന്റെ റേറ്റ് അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ അതാ നമ്മൾ ഈ അപ്പർ സ്റ്റോക്ക് എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ നമുക്കുള്ളത് നിലവിൽ 20, 25, 30 പൈസന്റെ നമുക്ക് എത്തിക്കണേ. ഇത് മെല്ലെ മെല്ലെ നമുക്ക് കയറുന്ന കാണാം. ഇതിപ്പോ ഇത്രയും ആൾക്കാർ തലകുത്തി മറിഞ്ഞിട്ട് വിൽക്കാൻ നോക്കിയിട്ടും ഇത് വിറ്റിട്ടും ഇത് എവിടെ പോയിട്ടില്ല. 0.001 പൈസയിലോ 1/2 പൈസയിലോ അത്ര താഴ്ന്ന് പോയിട്ടില്ല. കാരണം ഇപ്പോഴും ഇത് മാർക്കറ്റിൽ നിന്നുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആർക്ക് വിഡ്രോ ചെയ്താലും എക്സ്ചേഞ്ച് പോയി വിഡ്രോ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം അത് വിറ്റ് കാശാക്കാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നിങ്ങളെ കയ്യിലുള്ള അസറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിറ്റ് സെല്ല് ചെയ്യാം. നിങ്ങൾക്ക് ഒന്നുകൂടി ടെസ്റ്റ് അടിച്ചാൽ വിൽക്കാം. എന്നിട്ട് നിങ്ങൾക്ക് 100% കോൺഫിഡന്റ് ഇത് ഉറപ്പാണ്, നല്ല കമ്പനിയാണ്, വിശ്വാസമാകുകയാണെങ്കിൽ നിങ്ങൾക്ക് 10, 500, 1000 ടോക്കൻ വാങ്ങി വയ്യത് സ്റ്റേക്ക് നിർത്താം, ഇല്ലെങ്കിൽ ട്രസ്റ്റ് വാൽ നിർത്താം, വില കൂടുമ്പോൾ കൊടുക്കാം. ഇത്ര മാത്രമേ ഇതിന് പറയാനുള്ളൂ. ഇതിന്റെ ഓരോ അപ്ഡേഷനുകളും ഇനി എല്ലാ ദിവസവും ഒരു ദിവസം ഇടവിട്ട് ഇതിന് സൂം ഉണ്ടാവും. ഇനി ഈ സൂം നമുക്ക് കറക്റ്റ് ഫേസ് ടു പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാവും എല്ലാ കാര്യങ്ങളും. കാരണം ഓരോ ലീഡേഴ്സ് ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും ഇനി ആരാണ് സൂം ചെയ്യാന്ന്. അപ്പൊ എല്ലാ ദിവസവും ഓരോ നമുക്ക് സൂം തരുന്നുണ്ടാവും. ഒരു മാറ്റവും ഇല്ല. കാരണം കമ്പനി നമ്മളെ കൂടെയുണ്ട്. എന്ത് കാര്യം വെച്ചാലും നമ്മളെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ചെയ്തു തരുന്നത്. അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി പറയുന്നു, അപ്പർ സ്റ്റോക്ക് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ അസറ്റാണ്. നിങ്ങളത് പൊളിച്ച് കളയണ്ട, നിങ്ങൾക്കത് വിറ്റ് കളയണ്ട. നിങ്ങൾ കഴിയുമെങ്കിൽ സൂക്ഷിക്കുക. 1, 2, 3 മാസം നോക്കുമ്പോൾ ഇതിന്റെ വിലയിൽ വലിയ മാറ്റം ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ കമ്പനിയോട് പറഞ്ഞു ഇനി താഴോട്ട് പോകില്ല, നിങ്ങൾ 20-ാം തീയതി നോക്കിക്കോളൂ. കാരണം ഇതിപ്പോ പറയുമ്പോ തന്നെ ആൾക്കാർ എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ എക്സ്ചേഞ്ച് കൊണ്ട് അടിച്ചു വെക്കുന്നുണ്ടാവും. കാരണം ഒരാൾ തീരുമാനിച്ചോ എന്റെ കയ്യിൽ 1000 അപ്പർ ടോക്കൺ ഉണ്ട്, അല്ലെങ്കിൽ ഒരു 27 അപ്പർ ടോക്കൺ ഉണ്ട്, ഞാനത് പൊളിക്കൂലാന്ന് തോന്നിയാൽ ഇവർ പൊളിക്കാൻ സിമ്പിൾ ഉള്ളൂ. ഇവർ ഓർഡർ ഇട്ടാൽ ആ ഓർഡറിന് ആള് വാങ്ങാനുണ്ടാവും. അപ്പൊ മാർക്കറ്റ് താഴെ പോയില്ലേ, അത് നാളെ കമന്റ് ആയിട്ട് ഗ്രൂപ്പിൽ ഇട്ടുകാണ്ട് പറഞ്ഞു തരണ്ട. നാസർ നിങ്ങളല്ലേ പറഞ്ഞു 26 സെന്റിന്ന് പോയില്ല എന്നുള്ളത്. അത് 100%
എന്റെ കയ്യിൽ 100 ടോക്കൺ ഉണ്ടെങ്കിൽ അത് 001 ഞാൻ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ ആളുണ്ടെങ്കിൽ അത് മാർക്കറ്റ് താഴെ പോലെ നിർബന്ധമാണ്. പിന്നെ രണ്ടാമതൊരാളാണ് ഇരുന്നാലും അത് സ്റ്റഡി ആകുള്ളൂ, അല്ലെങ്കിൽ മൂന്നാമതോ അല്ലെങ്കിലോ നേരെ മേലോട്ട് തന്നെ അത് കയറിപ്പോണ്ടാവും. ഓക്കെ, ഞാൻ നിർത്തുകയാണ്. എനിക്ക് നെക്സ്റ്റ് സൂമിൽ ഞാൻ ഇതിന്റെ ഒന്നുകൂടി, കാരണം ഞാനിപ്പോ നിങ്ങൾ കേട്ട മാതിരി കേട്ടുള്ളൂ, അത് വിശദമായിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സൂമിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഓക്കെ, താങ്ക് യു.